പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സന്ധ്യാസമയം നിങ്ങളോടെല്ലാം ഒന്നിച്ച് ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും ആയുസ്സും ആരോഗ്യവും തന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ അഭിഷക്ത ദാസൻ ഷൈമോൻ പാസ്റ്റർ, എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ജിൻസി ആമേ സ്തോത്രം, അതിന് സാഹചര്യം ഒരുക്കിയ ബിനോയ് പാസ്റ്റർ, കടന്നു വന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാവരും, എൻ്റെ പരിചയത്തിലുള്ളവരുണ്ട്, ചർച്ചിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരോടും ഒന്നിച്ച് ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. സൗദി അറേബ്യയുടെ 2 അറ്റത്ത് നിന്നാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. എവിടുന്ന് കിലോമീറ്ററുകൾ ദൂരെ ആണെങ്കിലും ഇങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട്. ആയിരിക്കുന്ന രാജ്യത്ത് വചനം ഉയർത്താൻ ഇതിലൂടെ ആണെങ്കിലും ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കുന്ന വൻകൃപയ്ക്കായി ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. സ്തോത്രം. അതിനായി മുഖാന്തരം ഒരുക്കിയ ദാസിയോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ദൈവം ഏൽപ്പിച്ച ഒരു വചനം, ആമേ സ്തോത്രം. നിനക്ക് എന്തു വേണം, ഞാൻ എന്ത് ചെയ്യണം, ആർക്കു വേണ്ടി? സ്തോത്രം. ദൈവം ആ ചോദിക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ വ്യക്തികളിലൂടെ ചോദിക്കുന്ന ചോദ്യം, നിനക്ക് എന്തു വേണം, ഞാൻ എന്ത് ചെയ്യണം, അത് ആർക്കു വേണ്ടിയാണ് ആ ചോദ്യം. ഇന്ന് രാത്രികാലം വിശ്വാസത്തോടായിരിക്കുന്ന ദൈവമക്കൾ പറയണം, കർത്താപ്പച്ച ഇന്ന് എന്നോടാ, അല്ലെങ്കിൽ എന്നോട് ദൈവം ഇന്ന് രാത്രി ഇടപെടുന്ന രാത്രിയാ. മോനെ നിനക്ക് എന്തു വേണം, ഞാനത് ഇന്ന് നിനക്ക് ചെയ്തു തരാൻ കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ നാം ചെയ്യേണ്ടത് ഒന്ന്, വചനം അതുപോലെ അങ്ങ് ഏറ്റെടുത്തോണം. അപ്പൻ ചോദിക്കുമ്പോൾ അപ്പ എനിക്ക് ഇന്ന വിഷയത്തിന് മറുപടി വേണമെന്ന് വാ തുറന്ന് പറയാൻ തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവം പറയുക, ഇന്ന് പകലിൽ ഇന്ന് രാത്രിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലാണല്ലോ ദൈവം വിടുതലോടെ ചിലത് പ്രാപിച്ചുകൊണ്ട് തന്നെ പോകാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കും. ഒന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ് അക്സയുടെ കാര്യം. സ്തോത്രം. അപ്പൊ ഒന്നാമത്തെ വിഷയം ആർക്കു വേണ്ടിയാ ദൈവം ചോദിക്കുന്നത്, നിനക്ക് എന്തു ചെയ്തു തരണം? അത് ആർക്കു വേണ്ടി എന്നാൽ പിതാവിനോട് അവകാശം ചോദിക്കാൻ തയ്യാറുള്ള ഒരു മകനോടും മകളോടും സ്വർഗത്തിലെ ദൈവം വ്യക്തമായി ചോദിക്കുന്നു, മോളെ ഹല്ലേലൂയ, നിന്റെ അവകാശം ഓൾറെഡി എന്റെ കയ്യിലുണ്ട്, നീ ചോദിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ഞാനത് നിനക്ക് തരാം. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത് ദൈവം ആരോടാ ചോദിക്കുന്നത്, നിനക്ക് ഞാൻ എന്തു ചെയ്തു തരണം? ഒന്ന്, പിതാവിനോട് ധൈര്യത്തോടെ അവകാശം ചോദിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയോടാ ദൈവം സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി ചെല്ലാൻ പോവാ. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യം, ഈ സെയിം വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 11 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങളുമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് യോശുവയുടെ പുസ്തകത്തിലെ ആ വാക്യത്തിലേക്ക് കടന്നു വരാം. അവൾ വന്നാറെ തന്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചു, എനിക്കൊരു അനുഗ്രഹം തരണം, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവുകളെ കൂടി എനിക്ക് തരണമെന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. ആ വാക്യത്തിന്റെ ആരംഭം കണ്ടോ? അവൾ വന്നാറെ തന്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. ആരെയാ? കർത്താവിനെ ഉത്സാഹിപ്പിച്ചു. ഹല്ലേലൂയ. പക്ഷേ ആ അടുത്ത വാക്യം നാം വായിക്കുമ്പോൾ, അവൾ കഴുതപ്പുറത്തിറങ്ങിയപ്പോൾ കാലേബ് അവളോടാ ചോദിക്കുന്നത്. ഹല്ലേലൂയ. എന്താ? സ്തോത്രം. മോളോടാ ചോദിക്കുന്നേ. എന്നാ? നിനക്ക് എന്താ മോളെ വേണ്ടേ? അവനോട് ഓൾറെഡി പറഞ്ഞു വെച്ചു. പക്ഷെ അവനെ കൊണ്ട് ചോദിക്കാൻ ദൈവം ഇടയാക്കിയില്ല. ആരെ? ഹസ്ബൻഡായ ഒന്നിയേലിനെ കൊണ്ട്. അവളോട് നേരിട്ട് ഇങ്ങോട്ട് ചോദിച്ചു, ഞാൻ മോളെ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? സ്തോത്രം. അപ്പൊ ഒരു പിതാവ് ആരോട് ചോദിക്കും? മക്കളോട്. ദൂരെ നിൽക്കുന്ന ഒരാളോടല്ല, അടുത്തു വരാൻ തയ്യാറായ ഒരു മകനോടും മകളോടും ഈ രാത്രി ചോദിക്കുകയാ.
ഹല്ലേലൂയ, മകനെ മകളെ ഞാൻ എന്തു ചെയ്തു തരണം? ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ ഹല്ലേലൂയ ഒരു പൈതൽ ഒരിക്കലും ലഭിക്കുകയില്ല. ദേവദാസൻ വർഷിപ്പ് ചെയ്തപ്പോൾ ഒരു കാര്യം മുടിയനായ പുത്രന്റെ പറഞ്ഞു. മുടിയനായ പുത്രൻ സകലവും വാങ്ങിച്ചിട്ട് എവിടാ പോയത്? ദൂരദേശത്ത് പോയി. ഹല്ലേലൂയ. പക്ഷെ അന്നേരം ഒന്നും ഹല്ലേലൂയ പിതാവ് അവന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്താ വിട്ടെ. പക്ഷെ അടുത്തു വരുമ്പോൾ, അവൻ മടങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ വീണ്ടും അവന് ചിലത് ചെയ്യാൻ തയ്യാറായി. ഇന്ന് ദൈവം പറയുക, അടുത്തു വരുന്ന മകൾക്ക്, അടുത്തു വരുന്ന മകന് ദൈവത്തോട് അടുത്തു വരും. യാക്കോബിന്റെ ലേഖനത്തിൽ എന്നാ പറയുന്നേ? ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്തു വരും. അടുത്തു വന്നിട്ട് അപ്പ വെറുതെ ഇരിക്കത്തില്ല. അടുത്തു വരുന്ന പൈതലിനോട് ചോദിക്കും, മോനെ എന്നാ വേണം? മോനെ എന്നാ വേണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു രാത്രിയില് അടുത്തു വരാൻ തയ്യാറാകാമെങ്കിൽ തമ്പുരാൻ പറയുക, നീ അടുത്തു വന്ന് പിതാവിനോട് എന്താണോ നീ ആഗ്രഹിച്ചുകൊണ്ട് അടുത്തു വരുന്നത്, നീ വരുമ്പോഴേ നിന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ തയ്യാറാ. മോളെ, ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യം ദൈവം പറയുക, ഒന്ന് അടുത്തു വരാൻ തയ്യാറാകുക. പ്രാർത്ഥനയിൽ ഒന്ന് അടുത്തു വരാൻ തയ്യാറാകുക. അപ്പനോടൊന്ന് സംസാരിക്കാൻ വചനവുമായി ഒന്ന് അടുത്തു വരാൻ തയ്യാറാകാമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, അടുത്തു വരാൻ തയ്യാറാകുന്ന ദൈവമൈതലേ, നിനക്ക് വേണ്ടി അപ്പൻ ഇങ്ങോട്ട് നിന്റെ ആഗ്രഹം നീ പറയുന്നതിന് മുമ്പേ ചോദിക്കാൻ തയ്യാറായി ഇറങ്ങി വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. റഖനാരകൽക്കടകന അന്തലാരവൽ പ്രമാരകടകരകശസ് യേശുവിന്റെ നാമത്തിൽ പ്രാരംഭത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക, ഹല്ലേലൂയ, മോശയെ പോലെ പല വെള്ളത്തിൽ നിന്ന് നിന്നെ വലിച്ചെടുത്തത് എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ പല വിഷയങ്ങളിൽ കൂടി കടന്നുപോയപ്പോഴും അവിടെ നീ ഒഴുകി പോകേണ്ട സാഹചര്യത്തിൽ, പക്ഷെ നിന്നെ ആ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് ഹല്ലേലൂയ നീ ഒഴിവുകഴിവ് പറയാനല്ല, നീ തടിച്ച നാവുള്ളവനാ, വിക്കുള്ളവനാ, എനിക്ക് കഴിയേല, എനിക്ക് പകരം അഹരോൻ നാമായി ഇരിക്കട്ടെ. നോ, തമ്പുരാൻ പറയുന്നു, മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് ഹല്ലേലൂയ എവിടെ നിന്ന് നിയമം പുറപ്പെട്ടോ അവിടെ ദൈവം ആക്കിയെങ്കിൽ ഹല്ലേലൂയ അവിടെ നിന്ന് ചില പുറപ്പാട് തന്റെ ജനവുമായി കടന്നു പോകേണ്ടതിന് ശുശ്രൂഷ മുഖത്ത് ഒഴിവുകഴിവ് പറയാതെ, കഴിവില്ലെന്ന് പറയാതെ, നാവിന് ശക്തിയില്ലെന്ന് പറയാതെ, വിക്കനെന്ന് പറയാതെ അപ്പന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായ, ഓ ഹല്ലേലൂയ, ചിലതിനെ ഹല്ലേലൂയ കനാൻ വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തിക്കുന്ന ഹല്ലേലൂയ ഒരു മുഖാന്തരമാക്കി ഞാൻ നിന്നെ മാറ്റിയെടുക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവ്. ഹല്ലേലൂയ. ഒന്നോർത്ത് നോക്കിയ ദാസനെ, എത്ര വിഷയത്തിൽ ദൈവം വലിച്ചെടുത്തു ഒഴുകിപ്പോകാൻ. ഞങ്ങളുടെ ഇടയിൽ അവിടെ ദുഷ്ടമൃഗം ഉണ്ടായിരുന്നു, നിന്നെ കടിച്ചു കീറാൻ. പക്ഷെ അപ്പൻ ഏൽപ്പിച്ചു കൊടുക്കാൻ എന്താണെന്നറിയാവോ? ജനനത്തിന് മുമ്പേ അപ്പൻ കണ്ടിരുന്നു ഒരു ജനത്തിന്റെ നായകനായിട്ട്. ഈ രാത്രി വിശ്വസിക്കാമോ? നിന്റെ നാവിന്റെ ഹല്ലേലൂയ ആ ഭംഗിയോ നിന്റെ വാക്കുകളുടെ സ്ഫുടതയോ ഒന്നുമല്ല ദൈവത്തിന് ആവശ്യം. നിന്നെ ആ ദൈവത്തിന്റെ ആവശ്യം. അപ്പന്റെ നാവായി നിൽക്കാൻ നീ തയ്യാറാണോ? തമ്പുരാൻ പറയുക, ഒരു മൂർച്ചയുള്ള ആയുധം പോലെ ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമം ജയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. അവൻ ഇവളെ എന്താ ഇവിടെ ഹസ്ബൻഡിനോട് പറഞ്ഞത്? അത് അപ്പനോട് പറയുന്നതിന് മുമ്പേ അപ്പൻ ഇങ്ങോട്ട് ചോദിച്ചു, അടുത്തു വരാൻ തയ്യാറായ മകളോട്. കേട്ടോ, നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഇന്നും നമ്മുടെ ഓരോ വിഷയം ഓൾറെഡി കണ്ടിരിക്കുക. മോൾ ഇന്ന വിഷയത്തിന് ഭാരപ്പെടുന്നു, എന്റെ ഈ മോൻ ഇന്ന വിഷയത്തിന് ഭാരപ്പെടുന്നു. ഒറ്റ കാര്യം, ഇങ്ങോട്ടൊന്ന് വരുമ്പോഴത്തേക്ക് അപ്പൻ ഇങ്ങോട്ട് വന്ന് ചോദിക്കാൻ വരുവാ. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ഒന്ന് അടുത്തു വരാമോ? അടുത്തു വരുന്നവർക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വന്ന് ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്തു വേണം?
ചോദിച്ചതായിട്ടേ പറയുന്നില്ല. അവൾ ഒരു വാക്ക് ചോദിച്ചില്ല. അവള് ഹസ്ബൻഡിനോട് പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവമക്കളെ, മലാക്കിയുടെ പ്രവചനത്തിൽ ഒരു വാക്യമില്ലേ, അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വച്ച് കേട്ടു, ഇല്ലേ? അപ്പൊ നാം എന്താണോ സംസാരിക്കുന്നത് അപ്പൻ അത് കേൾക്കും. പക്ഷെ അടുത്തു വരണം. നമ്മോട് ഇങ്ങോട്ട് ചോദിക്കണമെങ്കിൽ അടുത്തു വരാൻ തയ്യാറാകണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പൽക്കാലം വിശ്വസിക്കാമോ? അപ്പ ഞാൻ അടുത്തു വരികയാ, ഞാൻ മകളാ, എന്റെ അപ്പന്റെ മകളാ, അപ്പന്റെ മകനാ, ഞാൻ വരികയാ. ഞാൻ വരുന്നതിന് മുമ്പേ എന്റെ അനുഗ്രഹം അപ്പയുടെ കയ്യിലുള്ളത്, എന്റെ ചില അവകാശം അപ്പയുടെ കയ്യിലിരിക്കുന്നത് ഇന്ന് എന്റെ കയ്യിലേക്ക് മടക്കി തരണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. ഇന്ന് വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവം ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ചില അവകാശങ്ങളെ ഹല്ലേലൂയ തെക്കേ ദേശത്ത് അയച്ചെങ്കിലും ഹല്ലേലൂയ കയ്യിൽ പ്രാപിക്കാൻ കഴിയാത്ത ചില അവകാശങ്ങളെ സ്വർഗം ഈ രാത്രിയിൽ നീ ആയിരിക്കുന്ന ദേശത്ത് നിന്റെ കൈകളിൽ തരുകയാണ്. ചൂടമന ഹന്തല രഖല രഗന രഗന ജുഡക രഗല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില അവകാശങ്ങൾ ഇന്ന് രാത്രിയിൽ ഒന്ന് വിശ്വസിക്കാമോ? അനു മോളെ, ദൈവാത്മാവ് നിന്നോട് ദൂത് പറയുക. ദൈവം നിന്നെ തെക്കേ ദേശത്തേക്ക് അയച്ചു. അനുജോൺ, ദൈവാത്മാവ് നിന്നോട് പറയുക, ദൈവം നിന്നെ തെക്കേ ദേശത്ത് അയച്ചു. പക്ഷെ നീ അവകാശത്തിന് വേണ്ടി നിന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അച്ഛ ചോദിക്കണം, ചോദിച്ച് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാ. പക്ഷെ അവകാശം നിന്റെ കയ്യിൽ ലഭിച്ചില്ല. പക്ഷെ ദൈവം പറയുകയാ, മോളെ നീ അടുത്തു വാ, ഞാൻ നിനക്ക് വേണ്ടി അവകാശം വീതിച്ചു തരാൻ സർവശക്തനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെ ദൈവം ചോദിക്കുക, മോളെ നിന്നോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് ഏറ്റെടുക്കണേ. ഹല്ലേലൂയ. ചില അവകാശങ്ങൾ അപ്പയുടെ കയ്യിലുണ്ട്. അത് നിനക്കുള്ളത് വേറെ ആരും കൊണ്ടുപോകുകയില്ല. അച്ഛക്കുള്ളത് അച്ഛക്ക്, അനു നിനക്കുള്ളത് നിനക്ക് മാത്രമേ ലഭിക്കുള്ളൂ. ചൂടമന ഹന്തല റബല ദിഗര ജഗന റബല ഹസ്തുനാരകൾ കടകസിയ. ഹല്ലേലൂയ. ഒന്ന് പറയാമോ? അവനോന്റെ പേര് പറഞ്ഞിട്ട് ഒന്ന് പറയാമോ? എനിക്കുള്ള അവകാശം വേറെ ആരെയും എന്റെ സ്വർഗത്തിലെ ദൈവം കൊടുക്കുകയില്ല. ഒന്ന് നമുക്ക് ബോധ്യം വേണം, നാം മക്കളാണെന്ന്. ഹല്ലേലൂയ. റോമാലേഖനം ഹല്ലേലൂയ 8-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ അവിടെ ഉണ്ട്. അതിന്റെ 17-ാം വാക്യം മാത്രം ഞാൻ വായിക്കുകയാണ്. നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അപ്പൊ ആ വാക്യത്തിൽ എന്നാ പറയുന്നേ? നാം ആരാ? മക്കളെങ്കിൽ എന്തിന്റെ അവകാശം? സ്വർഗത്തിലെ എന്റെ അപ്പനുള്ള സകലത്തിനും അവകാശം. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പന സകലത്തെ ഒരു വാക്കിനാൽ ഉളവാക്കിയത്. നിന്റെ ആത്മികത്തിന്റെ അവകാശം, നിന്റെ സാമ്പത്തികത്തിന്റെ അവകാശം, രോഗസൗഖ്യം. അപ്പ പറഞ്ഞല്ലോ, എന്റെ അടിപ്പിടലാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. അത് അവകാശമാ. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കും. അപ്പൊ അത് അവകാശമാ. ഈ ഭൂമിയിൽ ജീവിക്കാൻ സാമ്പത്തികം നമുക്ക് ആവശ്യമാ. ഹല്ലേലൂയ. ആത്മീക മേഖലകൾ നമുക്ക് വേണം. ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ സകല സത്യത്തിനും എങ്ങനെ നാം മുന്നോട്ട് പോകണം, ഏതിലെ വഴി അത് തുറന്നു തരത്തുള്ളൂ. അപ്പോൾ നാം അതിന് അവകാശികളാ. ചൂടാമാന ഹംദല റബൽ പ്രഭ. അപ്പൊ ഒന്നാമത് ഞാൻ മകളാ, ഞാൻ മകനാ, എന്റെ സ്വർഗത്തിലെ അപ്പന്റെ എന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ ബോധ്യത്തോടു കൂടി ഒന്ന് പറയാമോ? അപ്പൊ എന്റെ ചില അവകാശം എനിക്ക് വേണം, ഞാൻ ചോദിക്കാൻ മറന്നുപോയി, ഞാൻ വരികയാ. ഹല്ലേലൂയ. അവകാശത്തെ പറ്റി ബോധ്യമുള്ളവര് ഈ വചനത്തിന് മുമ്പിൽ ഒന്ന് പറയേ, അവകാശം അപ്പ എന്റെ കയ്യിൽ വേണം.
ഹല്ലേലൂയ. ഈ സെയിം വാക്യം തന്നെ ഗലാത്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 6, 7 വാക്യം, 4-ന്റെ 1, 6, 7 വാക്യത്തിലുണ്ട്. അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ വിശേഷതയുള്ളവനല്ല. ഹല്ലേലൂയ. ഇന്ന് തന്നെ തിരിച്ചറിയണം, നാം ശിശുവാണോ നാം അവകാശിയായോ? ശിശു ആണെങ്കിൽ പാല് മാത്രം കുടിക്കും. അവകാശമാണെങ്കിൽ ദൈവവചനം എന്ന വചനമില്ലാത്ത പാൽ ദിനം തോറും കുടിക്കും, വളരും ക്രിസ്തുവെന്ന തലയോളം. അപ്പൊ ഓൾറെഡി നാം ശിശു അല്ല. ശിശുവാണെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും പാലിന് വേണ്ടി. അവകാശിയാണെങ്കിൽ അപ്പയോട് നേരിട്ട് എന്ന് പറയും, അപ്പേ എനിക്ക് ഇന്നത് വേണം അല്ലേ. പ്രായമായ ഒരു കുഞ്ഞും അല്ലാത്തൊരു കുഞ്ഞും എങ്ങനാ? കൊച്ചു കുഞ്ഞാണെങ്കിൽ കരഞ്ഞു കാണിക്കും വിശക്കുമ്പോ. പക്ഷെ ഒരു 10-15 പാട്ട്, പപ്പേ എനിക്ക് ഇന്നത് വേണം. പിന്നെ മോനും മോളും അത് തീരുമാനിക്കുന്നത്. ഈ വന്ന കാലത്ത് അങ്ങനെ തന്നെയാ. ഹല്ലേലൂയ. അപ്പൊ ആദ്യം എന്തോ ഓർമ്മ വരും, എന്റെ അപ്പയാ, എന്റെ അപ്പയോട് പറയാൻ എനിക്ക് ആ ബന്ധം. പക്ഷെ ശിശുവാ, എനിക്കൊന്നും തിരിച്ചറിയുന്നില്ലെന്ന് പറഞ്ഞാൽ അത് ലഭിക്കുകയില്ല. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അന്നേരം പാൽ ലഭിക്കും. അവകാശങ്ങൾ പെൻഡിങ് കിടക്കും. ദൈവം പറയുക, ഈ രാത്രി അവകാശങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അപ്പനോടൊന്ന് ചോദിക്ക, അപ്പ ഞാൻ അവകാശിയ അപ്പനുള്ള സകലതിനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ചില നീരുറവ് വേണം. എന്റെ ദാഹം തീരാൻ, എന്റെ കുടുംബത്തിന്റെ ദാഹം തീരാൻ, എന്റെ തലമുറയുടെ ദാഹം തീരാൻ, എന്റെ വരൾച്ച മാറാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേണ്ടായോ നീരുറവുകള്? നീരുറവുകളിൽ ചോദിക്ക്. അച്ഛ ചോദിച്ച എന്തുവാ? എനിക്ക് ഒരനുഗ്രഹം തരണം. ഇല്ലേ? അവക്ക് ബോധ്യമുണ്ട് അവൾ അപ്പന്റെ മകളാന്ന്. ഗലാത്യ ലേഖനത്തിലും റോമാലേഖനത്തിലും വായിച്ചു പോലെ ഗലാത്യന്റെ 6-ാം വാക്യം കണ്ടോ? 4-ന്റെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങൾ അയച്ചു. അങ്ങനെ ഇനി ദാസനല്ല പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയാ. അത് ആർക്കറിയാം? അച്ചായിക്കറിയാം. പക്ഷെ എനിക്കും നിങ്ങൾക്കും അറിയാമോ ഞാൻ അവകാശിയാണെന്ന്? സ്വർഗത്തിലെ അപ്പന്റെ സകലത്തിനും അവകാശിയാണെന്ന്. ഹല്ലേലൂയ. ഈ രാത്രികാലം ഒന്ന് ഏൽപ്പിക്കാം. അപ്പ, എനിക്ക് ചില നീരുറവ് വേണം, എനിക്കൊരു അനുഗ്രഹം ഈ രാത്രി വേണം. നീ എന്നെ തെക്കേ ദേശത്ത് അയച്ചു, അവിടെ എന്റെ ജീവിതത്തിൽ ചില നീരുറവിന്റെ അഭാവമുണ്ട്. ബിന്ദു സിസ്റ്റർ, ദൈവാത്മാവ് പറയുക, നിന്റെ ചില അഭാവം, നീരുറവില്ലാത്ത, ഹല്ലേലൂയ, തൃപ്തി വരാതെ, ഉറവുകൾ നിന്റെ കയ്യിൽ തരാത്ത, ഹല്ലേലൂയ, ശത്രു പിടിച്ചു വെച്ചിരിക്കുന്ന ചില അവകാശങ്ങൾ ഈ രാത്രിയിൽ ഈ വചനത്തിന് മുമ്പിൽ വിശ്വസിക്കുക. മലയിലും താഴ്വരകളും നീരുറവ് തന്ന നിന്നെ നടത്താൻ എന്റെ ദൈവ സർവശക്തനാ. ഹല്ലേലൂയ. അച്ഛ ചോദിച്ചതുപോലെ ദാസിയെ നീ ചോദിച്ചോ? നിനക്ക് ചോദിക്കുന്നതിന്റെ അപ്പുറത്തേതാ ദൈവം തരുന്നേ. ഹല്ലേലൂയ. ഒരു നീരുറവ് ചോദിച്ചു, പക്ഷെ മലയിലും താഴ്വരയിലും കൊടുത്തതുപോലെ നിന്റെ വ്യത്യസ്തമായ 2 വിഷയങ്ങൾ സ്വർഗത്തിലെ ദൈവം മറുപടി കൽപ്പിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അവൾ ചോദിച്ചപ്പ ഒരനുഗ്രഹം. യെസ്, ഹല്ലേലൂയ. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവുകളെ കൂടെ എനിക്ക് തരണമെന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു. ഹല്ലേലൂയ. ഉയർച്ചയുടെ അനുഭവം. മല എവിടെ? ഉയർന്ന സ്ഥലം. താഴ്വര നിനക്ക് എവിടാണോ വേണ്ടത്, നിനക്ക് എപ്പോഴാണോ 2 സ്ഥലത്തും പോകേണ്ടത്, അവിടെയല്ല. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ദൈവം എനിക്ക് വേണ്ടി ചില നീരുറവുകളെ തരുന്ന രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ വരണ്ട ചില അനുഭവങ്ങൾ സ്വർഗത്തിലെ ദൈവം മാറ്റുന്ന രാത്രിയാ. ജിൻസി ഷൈമോൻ, ഹല്ലേലൂയ, ദൈവാത്മാവ് പറയുക, നിന്റെ ചില വരൾച്ചകളെ ദൈവം മാറ്റുകയാ. ഹല്ലേലൂയ. മോളെ, നീ ഒന്ന് ചോദിക്കുന്നത് അച്ഛയെ പോലെ ചോദിക്കുന്നത് സ്വർഗത്തിലെ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. പലതും നീ ഉത്സാഹിപ്പിക്കുന്നുണ്ട്, പക്ഷെ സ്വർഗം പറയാ, നിനക്ക് വേണ്ടി ഞാൻ ചിലത് ചെയ്യാൻ തയ്യാറാ. ഈ രാത്രി ഒറ്റ കാര്യം, നീ ഒന്ന് വാ, അപ്പയോടൊന്ന് പറ, അപ്പ വരാനിരിക്കുകയാ. നിന്റെ സന്നിധി നീ ഒന്ന് വരുന്നത്, അല്ലെങ്കിൽ നീ ഒന്ന് ഓടി വരുന്നത് കാണാൻ കൊതിച്ചിരിക്കുകയാ.
പലപ്പോഴും നീ ശിശുവിനെ പോലെ അല്ലെങ്കിൽ നീ കരയുന്നുണ്ട്. പക്ഷെ നീ അവകാശിയാണെന്ന് ഇന്നു രാത്രി തിരിച്ചറിഞ്ഞിട്ട് അപ്പ എനിക്ക് തന്നേ പറ്റുമെന്ന് അപ്പനോട് ചോദിച്ചു വാങ്ങാൻ തയ്യാറായാൽ സ്വർഗം പറയുക, കരച്ചിൽ മാറ്റിയിട്ട് നിന്റെ ചില അവകാശം നേരിട്ട് അപ്പ കൈ തരുന്ന രാത്രിയോ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. റമശകനിയ അംദലാറബൽ പ്രഭാനകസേ. ഈ രാത്രി വിശ്വസിക്കാമോ? യെസ്, എന്റെ അവകാശം സ്വർഗം എന്റെ കരങ്ങളിൽ തരും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ ആർക്ക് വേണ്ടി? അപ്പന്റെ അടുത്തു വരാൻ തയ്യാറായവർക്ക് വേണ്ടി. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 4:8 നിങ്ങൾ വായിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്തു വരുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഹല്ലേലൂയ. രണ്ടാമത് ആർക്ക് വേണ്ടിയാ ദൈവ അവകാശങ്ങളെ നൽകുന്നത്? 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം അധ്യായത്തിൽ 2 കാര്യങ്ങൾ ഹല്ലേലൂയ അവിടെ ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്തു വേണം? ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 13-14 വാക്യം. അവന്റെ മുമ്പിൽ വന്ന് അവനോട്, നീ ഇത്ര താല്പര്യത്തോടെയൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? നമ്മുടെ പ്രസംഗ വിഷയം എന്തുവാ? നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഇത് ചോദിക്കുന്നത് ഏലിശയാ. ആരോടാ ചോദിക്കുന്നത്? ശൂനേംകാരിയോട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ ഏലിശയെ ഭൂമിയിലെ ശുശ്രൂഷകൻ എന്നുള്ള രീതിയിൽ അവിടെ നിർത്തിയിട്ട് ആ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവത്തെ ഹല്ലേലൂയ നാം കണ്ടുകൊണ്ട്, ആത്മാവിൽ കണ്ടുകൊണ്ട് ഹല്ലേലൂയ നാം ഇന്നു രാത്രിയിൽ ഹല്ലേലൂയ ആ ഒരു ഹല്ലേലൂയ അവസ്ഥയിലേക്ക് എത്തുകയാ. എന്ത്? ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ചോദിക്കുകയാ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ആരോടാ ചോദിക്കുന്നേ? ആ വാക്യത്തിൽ തന്നെ ഉണ്ട് അതിന് ഉത്തരം. നീ ഇത്ര താല്പര്യത്തോടുകൂടി ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. അപ്പൊ ദൈവം രണ്ടാമത് ചോദിക്കുന്നത് ദൈവദാസന്മാരെ, ദൈവ പുരുഷനെ ഭവനത്തിൽ കൈക്കൊള്ളുകയും അവരെ കരുതുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരോട് ദൈവം ചോദിക്കുകയാ, നീ കരുതി അതിന്റെ പ്രതിഫലമായിട്ട് എന്നാ വേണം? വിശ്വസിക്കാമോ? ദൈവദാസന്മാരെ അതിൽ ശിഷ്യൻ എന്ന് വെച്ച് 1 ഗ്ലാസ് തണ്ണീർ കൊടുത്താൽ, പ്രവാചകൻ എന്ന് വെച്ച് അത് ചെയ്താൽ, ഹല്ലേലൂയ, ശുശ്രൂഷക്കാരൻ എന്ന് വെച്ച് അത് ചെയ്താൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഏതു രീതിയിലുള്ള ദൈവമക്കളാണോ നിന്റെ അടുക്കൽ വരുന്നത്, അവരെ ബഹുമാനിച്ച് അവർക്ക് വേണ്ടി ചെയ്താൽ സ്വർഗം പറയുക, നീ ഞങ്ങളെ കരുതി, എന്റെ നാമത്തെ കരുതി, എന്റെ ദൈവദാസനെ നീ കരുതി, നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണം? ഈ രാത്രി ചിലരോടുള്ള ദൂത ഹല്ലേലൂയ ഏറ്റെടുത്തോണം. ദൈവദാസന്മാരെ എബ്രായ ലേഖനത്തിലുണ്ട്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും എന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയാൻ അനീതി ഉള്ള ദൈവം അല്ല. ഹല്ലേലൂയ. അവരോട് സ്വർഗം ചോദിക്കുന്നത്, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ചൂടമന ഹംദല റബൽ പ്രഭ. ദൈവം വേറിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ചിലർക്കുള്ള അനുഗ്രഹം തമ്പുരാൻ വേറിട്ട് നിർത്തിയേക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? ചില കുടുംബത്തിന്റെ നിന്ന മാറാൻ തമ്പുരാൻ ഇറങ്ങി വരികയാ. ശൂനേംകാരത്തി എന്നാ ചെയ്തത്? അവൾക്ക് ഏലിശയെ അറിയത്തില്ല. പക്ഷെ കൂടെ കൂടെ ഈ വഴി നിങ്ങൾ വായിച്ചാൽ മതി, അറിയാമല്ലോ, പ്രസംഗിച്ച് കേൾക്കുന്നതാണല്ലോ. 4:8 മുതലുള്ള വാക്യത്തിലോ ഉണ്ട്, കൂടെ കൂടെ ഈ വഴിയായി പോകുന്ന ഹല്ലേലൂയ ഈ വ്യക്തി ഹല്ലേലൂയ വിശുദ്ധനായ ഒരു ദൈവ പുരുഷൻ എന്ന് ഞാൻ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പം വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് കണ്ടപ്പോൾ അവൾ ഹസ്ബൻഡിനോട് ഇത് പറയുക, നാം ചുവരോട് കൂടിയ ഒരു മാളിക മുറി ഉണ്ടാക്കുക. ഹല്ലേലൂയ. ഈ യാത്രയിലെ ഭക്ഷണം കൊടുക്കണം, ആ ദൈവദാസൻ അവിടെ പാർക്കണം. ഹല്ലേലൂയ. വെളിച്ചമായി എന്തൊക്കെ വേണം, നാൽക്കാലി, നിലവിളക്ക് എല്ലാം പറയുന്നുണ്ട് അവിടെ, കട്ടില് എല്ലാം കൊടുത്തു. പക്ഷേ ഹല്ലേലൂയ, ഇതെല്ലാം ഇത്ര താല്പര്യത്തോടെ കരുതിയതിന്റെ പ്രതിഫലം ദൈവം വെറുതെ വിട്ടില്ല കേട്ടോ. ദൈവം ചോദിക്കുകയാ, നിനക്കു വേണ്ടി, എലീശയിലൂടെ ചോദിക്കുക, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം, നീ ഇത്ര താല്പര്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഷീന ബിജോ ദൈവാത്മാവ് പറയാ, കർത്താവിന്റെ നാമത്തിനു വേണ്ടി താല്പര്യത്തോടെ നീ നിൽക്കുന്നത് കൊണ്ട് യേശുവിന്റെ നാമം. പലരും അറിയത്തില്ല നീ ചെയ്യുന്നത്, നിന്നാലാവതും അപ്പുറം നീ പലതും ചെയ്യുന്നു, ചെയ്യിപ്പിക്കുന്നു. പക്ഷെ ദൈവം പറയുക, മറന്ന് കളയുകയില്ല. തമ്പുരാൻ ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം. അവൾ പറയുന്നു ഒരു കാര്യം, ഞാൻ സ്വജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ദാസിയെ, നീ സ്വജനത്തിന്റെ നടുവിൽ നാളുകളായി കേട്ട ചില നിന്ന, നാളുകളായി അനുഭവിച്ച ചില നിന്ന, നീ അല്ലെങ്കിൽ ദൈവദാസനെ ശുശ്രൂഷിക്കുന്നു, നീ ദൈവനാമത്തിന് നിൽക്കുന്നു, പക്ഷെ നീ കേട്ട, നീ അനുഭവിച്ച ചില നിന്ന തമ്പുരാൻ എടുത്തു മാറ്റാൻ തയ്യാറായെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഷീന ബിജോ എന്ന് പറഞ്ഞ ഡിവൈസിലിരിക്കുന്ന ദാസിയോട്, അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചോ. ശൂനേംകാരത്തെ ഓർത്ത ദൈവം ദാസിയെ നിന്നെയും ഓർക്കാൻ സമയമായെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കാമോ ഈ രാത്രിയില്? ഹല്ലേലൂയ. ദൈവമേ, ഇങ്ങോട്ട് ചോദിക്കുക, എന്റെ അപ്പ, ഹല്ലേലൂയ, എന്ത് വേണം? അപ്പനോട് എനിക്ക് വേറൊന്നും പറയാനില്ല. അപ്പ, ഞാൻ സ്വജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ആ ഒറ്റ വാക്യത്തിൽ അവൾ എന്തെങ്കിലും ചോദിച്ചോ? എനിക്ക് മോളെ വേണമെന്ന് ചോദിച്ചോ? എനിക്ക് സമ്പത്ത് വേണമെന്ന് ചോദിച്ചോ? എനിക്ക് എന്താ വേണമെന്ന്? ഒറ്റ കാര്യം എലീശയോട് പറഞ്ഞു, ഞാൻ സ്വജനത്തിന്റെ നടുവിൽ. ദൈവമക്കളെ, സ്വജനത്തിന്റെ നടുവിൽ നീ അനുഭവിക്കുന്ന ചില നിന്ന, സ്വജനത്തിന്റെ നടുവിൽ നീ കേൾക്കുന്ന ചില ചോദ്യം, ഹല്ലേലൂയ, ദൈവദാസന്മാരെ ശുശ്രൂഷിച്ചിട്ട് ദൈവനാമത്തിന് വേണ്ടി നിന്നിട്ട് നീ കേൾക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി ആകാൻ സമയമായി. ഹല്ലേലൂയ. പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയത്ത് നീ ചിലത് കാണും. വിശ്വസിക്കാമോ? അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ ചിലത് കാണും. ഹല്ലേലൂയ. അല്ല, നാളെ എന്നൊരു ദിനമുണ്ടെങ്കിൽ ഞാൻ ചിലത് കാണും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില നിന്ദകൾ, ചില ചോദ്യങ്ങൾ തമ്പുരാനിൽ എടുത്തു കളയുക. ഹല്ലേലൂയ. ദൈവനാമത്തിനു വേണ്ടി നിൽക്കാനൊന്ന് തയ്യാറാകാമോ? അതിന്റെ പിന്നിൽ പലതുണ്ടെന്ന് ശുശ്രൂഷയിൽ ഇരിക്കുന്നവർക്കറിയാം. ഇപ്പൊ പാസ്റ്ററോടൊക്കെ ചോദിച്ചാൽ അറിയാം, പാസ്റ്ററോടൊക്കെ ചോദിച്ചാൽ അറിയാം, പലതും കേൾക്കേണ്ടി വരും. പക്ഷെ അതല്ല അപ്പയുടെ പുസ്തകത്തിൽ ഉണ്ടെന്ന് ഏൽപ്പിച്ചത് അങ്ങ് ചെയ്യ്. കേൾക്കേണ്ടത് ഈ ചെവി കൂടെ കേൾത്ത, മറ്റേ ചെവി കൂടെ കള. ഹല്ലേലൂയ. പക്ഷേ നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്തോ, ബാക്കി തമ്പുരാൻ ചെയ്യും. പ്രിൻസ് ദോഹ ദൈവം പറയാ, നിന്നെ ഏൽപ്പിച്ചത് നീ ചെയ്തോ. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചില സ്പെയർ ചെയ്തിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ ചില ക്ഷാമത്തിന്റെ മേഖലകളിൽ സ്വർഗം തന്നെ ഇറങ്ങി വരും കേട്ടോ. ഹല്ലേലൂയ. ദൈവം ചില ശൂന്യതയുടെ നടുവിൽ സ്വർഗം തന്നെ ഇറങ്ങി വരും കേട്ടോ. ദൈവം ചിലത് സ്പെയർ ചെയ്തിട്ടേക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്റെ അപ്പൻ ഇറങ്ങി വരാൻ സമയമായി. ഒറ്റ കാര്യം, നീ താല്പര്യത്തോടെ നീ കർത്താവിന് വേണ്ടി നിൽക്കാം. ദൈവം നിനക്ക് വേണ്ടി, നീ സ്വജനത്തിന്റെ നടുവിൽ, നിന്നെ പകയ്ക്കുന്നവർ നടുവിൽ നീ അനുഭവിക്കുന്ന ചില നിന്ന തമ്പുരാൻ മാറ്റുന്ന രാത്രിയാ. വിശ്വസിക്കണേ, ഈ രാത്രി ചിലതെന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ചെയ്യുകയാ. ആമേൻ, 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 ആമേൻ. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ പിന്നീട് നമുക്കറിയാം ഈ ദാസിയുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ആമേൻ, മകൻ മരിച്ചു. പക്ഷെ അതിനെ ദൈവം മടക്കി കൊടുത്തു. 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൾ ദൈവനാമത്തിന് വേണ്ടി നിന്നതിന്റെ പ്രതിഫലം,
ഹല്ലേലൂയ 8-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഹല്ലേലൂയ ആ ദേശത്ത് ക്ഷാമമുണ്ടായി. 7 വർഷം എന്തോ ചെയ്തു? ആ ദേശത്ത് ക്ഷാമം വരുന്നതിന് മുമ്പ് തന്നെ ഈ സ്ത്രീയെ കുടുംബത്തെ എലീശയിലൂടെ ദൂതറിയിച്ചു. അങ്ങനെ അവർ ആ ദേശത്ത് നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് കടന്നുപോയി. പക്ഷെ 7 സംവത്സരം കഴിഞ്ഞിട്ട് അവർ ഫെലിസ്ത്യ ദേശത്താ പോയത്. അവിടെ നിന്ന് മടങ്ങി വന്നപ്പോൾ രാജാവ് അവളോട് ചെയ്തൊരു നീതിയുണ്ട്. ഹല്ലേലൂയ എന്താണെന്ന് അറിയാമോ? ഒറ്റ വാക്യേ വായിപ്പിക്കുന്നുള്ളൂ. 2 രാജാക്കന്മാർ 8-ന്റെ 6-ാം വാക്യം. രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അവൾക്കുണ്ടായിരുന്നതൊക്കെയും, കേട്ടോ വായിച്ചോണം, അവൾക്കുണ്ടായിരുന്നതൊക്കെയും, അടുത്ത വാക്യം കണ്ടോ, അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിന്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണമെന്ന് കൽപ്പിച്ചു. ഓ, ദൈവം ആരാ? ഒരു ദൈവദാസനെ ഭവനത്തിലെ കൈക്കൊണ്ടതിന്റെ പ്രതിഫലം. ഹല്ലേലൂയ! എന്താ ദൈവമക്കൾക്ക് കൊടുത്തതിന്റെ പ്രതിഫലം? ദൈവദാസനെ കരുതിയതിന്റെ പ്രതിഫലം എന്താ? ഈ 7 വർഷത്തെ ആദായം ഒന്ന് ഓർത്തു നോക്കിയേ. ഈ 7 വർഷത്തെ നമ്മുടെ നാട്ടിലെ രീതിക്കനുസരിച്ച് മാങ്ങായ, പ്ലാവിൻ്റെത്, തെങ്ങിൻ്റെത് 7 വർഷത്തെ അപ്പൊ എന്തുവായിരിക്കും ഇല്ലേ? ഓ, ഒരു ദൈവദാസനെ കരുതിയതിന്റെ മറുപടി എന്നാ വേണം? കൂടുതൽ ഒന്നും ചെയ്തില്ലേലും ഇത് നമ്മളെ കൊണ്ടാവുന്ന ചെയ്യാമോ? ഈ വന്ന കാലത്ത് നമുക്ക് എല്ലാരും വിശ്വസിക്കാൻ ഒക്കത്തില്ല. എങ്കിലും പ്രാർത്ഥിച്ചു വിവേചിച്ചെങ്കിലും ഒരു ഗ്ലാസ് തണ്ണീർ സന്തോഷത്തോടെ കൊടുക്കാൻ തയ്യാറാകാമോ? ഹല്ലേലൂയ! തമ്പുരാൻ പറയുക, കണക്കിടും. എത്ര നാളത്തെയാ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായതെന്ന് ചോദിച്ചാൽ അത് മുഴുവൻ, നഷ്ടമെന്ന് നീ ചിന്തിക്കുന്നത് മുഴുവൻ തമ്പുരാൻ മടക്കി തരും. ബെനഡിക്റ്റ് മാത്യു ചില നഷ്ടങ്ങളെ തമ്പുരാൻ മടക്കി തരാൻ പോകും. നഷ്ടമെന്ന് നീ ചിന്തിച്ചത്, നഷ്ടമെന്ന് നീ കണ്ടത്, നഷ്ടമെന്ന് നിന്റെ ജീവിതത്തിൽ എഴുതി തള്ളിയത് തമ്പുരാൻ പറയാം മടക്കി തരും. 7 വർഷം നീ കാത്തിരിക്കേണ്ടി വന്നുവെങ്കിലും അപ്പന് മഹത്വം കൊടുത്തോ, അപ്പനിൽ ആശ്രയിച്ചോ, അപ്പൻ ചേർന്ന് മടക്കി തരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ജയ. ഹല്ലേലൂയ! ദൈവമക്കളെ, ദൈവദാസന്മാരെ, നിനക്ക് വയ്യായെങ്കിലും നിനക്ക് കഴിവില്ലെങ്കിലും നീ ശുശ്രൂഷിക്കുന്നത്, ദൈവമക്കൾക്ക് വേണ്ടി നീ കിടന്നോടുന്നത്, ഹല്ലേലൂയ, മറന്നു കളയത്തില്ല കേട്ടോ. മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല. ഹല്ലേലൂയ! ആ അധ്യായത്തിൽ തന്നെ അടുത്തൊരു വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ! അപ്പൊ ആദ്യത്തെ നാം കണ്ടു അപ്പന്റെ അടുക്കലേക്ക്, അപ്പൻ എന്ന പൂർണ്ണ ബോധ്യത്തോടെ അപ്പന്റെ അടുക്കലേക്ക് കടന്നു വരുന്നവരോട് അപ്പൻ ചോദിക്കുന്നു, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രണ്ടാമത് കർത്തൃനാമത്തിന് വേണ്ടി കർത്തൃദാസന്മാരെ കരുതുന്ന, താല്പര്യത്തോടെ കരുതുന്നവർക്ക് വേണ്ടി ദൈവം ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്തു ചെയ്യണം? മൂന്നാമത്തെ വിഷയം 4-ാം അധ്യായം, 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഏലിശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? അതാരോടാ ചോദിക്കുന്നതെന്ന് അറിയാം? പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി. ഹല്ലേലൂയ! ആമേ, സ്തോത്രം. അവിടെ ഒരു വാക്യം കണ്ടോ, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാം. അപ്പൊ ദൈവം അടുത്ത ചോദ്യം ചോദിക്കുന്നത് ആരോടാ? യഹോവ ഭക്തനായി ജീവിച്ച, യഹോവ ഭക്തയായി ജീവിച്ച ഒരു മാതാവിന്റെയും പിതാവിന്റെയും തലമുറയെ ശത്രു വലിച്ചുകൊണ്ട് പോകാൻ വരുന്ന ആ സമയം, ഹല്ലേലൂയ, ദൈവം ഇറങ്ങും കേട്ടോ, ദൈവം ഇറങ്ങും. ഹല്ലേലൂയ! സദൃശവാക്യത്തിൽ പറയുന്നു, നീ ഇപ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കാം. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. പക്ഷെ നീ കാണുന്ന സമയത്തല്ല അത് കാണുന്നേ, നിന്റെ നിർണായക ഘട്ടം. ഓ ദൈവമക്കളെ, യഹോവ ഭക്തനായിട്ട് ജീവിച്ചിട്ട് എന്തുകൊണ്ട് ആ ദാസൻ മരിച്ചുപോയി? നമ്മളാണെങ്കിൽ ഇപ്പൊ പറഞ്ഞേ ശുശ്രൂഷയെ തികഞ്ഞവനായിട്ടല്ല, അല്ലെങ്കിൽ അതുകൊണ്ടാ ഇതുകൊണ്ടാ അങ്ങനെ ശുശ്രൂഷ ചെയ്തിട്ടാ ഇങ്ങനെ എന്തെല്ലാം കമന്ററികൾ കേട്ടേനെ. പക്ഷെ യഹോവ ഭക്തനായി ജീവിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ച പ്രവാചക ശിഷ്യന്റെ ഭാര്യയെ, മക്കളെ, അവരുടെ വീട്ടിലെ സകലതും തീർന്നു. കടക്കാർ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകുവാൻ വരുന്ന ആ നിമിഷം,
ഹല്ലേലൂയ. ആരിറങ്ങി? സ്വർഗം ഇറങ്ങിയെന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ഏറ്റവും ലാസ്റ്റ് ഒരു മൊമെന്റ് ഇല്ലേ? ഹല്ലേലൂയ. സകല പ്രതീക്ഷ നഷ്ടപ്പെട്ടു, കൈവിട്ടു പോകുമെന്ന് നീ ചിന്തിക്കുന്ന ലാസ്റ്റ് മൊമെന്റ്, കുഞ്ഞുങ്ങൾ കൈവിടപ്പെട്ട് പോവുകയാണെന്ന് നീ ചിന്തിക്കുന്ന ലാസ്റ്റ് മൊമെന്റ്, ഹല്ലേലൂയ. ശത്രുവിന്റെ കയ്യിൽ എന്റെ കുഞ്ഞുങ്ങൾ അകപ്പെടുമോ എന്ന് നീ ചിന്തിക്കുന്ന ലാസ്റ്റ് മൊമെന്റ് ഇല്ലേ? എന്റെ അപ്പ ഇറങ്ങി വരും, നിന്റെ കുഞ്ഞിന് ഫീസ് അടയ്ക്കാനില്ലെന്ന് നീ ചിന്തിക്കുന്ന ലാസ്റ്റ് മൊമെന്റ് ഇല്ലേ? നിന്റെ കുഞ്ഞിന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി വയ്യെന്ന് പറഞ്ഞ് നീ നിലവിളിക്കുന്ന ലാസ്റ്റ് മൊമെന്റ് ഇല്ലേ? ഹല്ലേലൂയ. അപ്പ ഇറങ്ങി വരുമെന്ന് ഒറ്റ കാര്യം, നീ യഹോവ ഭക്തിയോട് ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കൈവിട്ടില്ല കേട്ടോ. അവിടെ അനേക പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷേ എവിടെയാ ചെന്ന്? കറക്റ്റ് ഹല്ലേലൂയ മരിച്ചിട്ട് ഹല്ലേലൂയ ആ ദാസിയും തലമുറകളും ഭയത്തോടിരിക്കുന്ന ആ സമയം, ഹല്ലേലൂയ, നിന്റെ ഭയത്തെ നീക്കാൻ അപ്പൻ ഇറങ്ങി വരും. ഷീജ സിബി ദൈവാത്മാവ് പറയുക, നിന്റെ ചില ഭയം മാറ്റാൻ ലാസ്റ്റ് മൂമെന്റിൽ അപ്പ ഇറങ്ങി വരും. നീ യഹോവ ഭക്തിയോട് ഇരുന്നോളാം. ദൈവാത്മാവ് ദൂത് പറയുക, നീ യഹോവ ഭക്തിയോട് അപ്പയുടെ സന്നിധിയിൽ ഇരിക്കാൻ തയ്യാറായ നിനക്ക് വേണ്ടി ലാസ്റ്റ് മൂമെന്റ് തമ്പുരാൻ ഇറങ്ങി വരും. എല്ലാം കൈവിട്ടു പോയി, ഇനി കിട്ടുമോ ഇല്ലയോ എന്ന് നീ ഭയത്തോടിരിക്കുന്ന ലാസ്റ്റ് മൂമെന്റ്, അപ്പൻ ഇറങ്ങി വരും കേട്ടോ. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ഒറ്റ കാര്യം, നീ എപ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. ചിലത് സംഭവിക്കട്ടെ, അടയാളമായി ആ കുടുംബത്തിന്റെ വെളിപ്പെട. പക്ഷെ നീ എണ്ണ പകർന്നോണം കേട്ടോ, അഭിഷേകം പകർന്നോണം, അത് തലമുറകളിലേക്ക് പകർന്നോണം. ബാക്കിയെല്ലാം നഷ്ടമായാലും അഭിഷേകം നഷ്ടമാകയില്ല. ഹല്ലേലൂയ. നീ പരിശുദ്ധാത്മാവാകുന്ന എണ്ണയെ നീ മുറുകെ പിടിക്ക. അത് നിന്റെ കയ്യിൽ നിന്ന് വിട്ടു പോകരുത്, അത് നിന്റെ കയ്യിൽ നിന്ന് ചോർന്നു പോകരുത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കയ്യിൽ വേറൊന്നും വേണ്ടാതെ നിന്റെ കയ്യിൽ അതേ ഉള്ളൂ. ഹല്ലേലൂയ. ബാക്കിയെല്ലാം ശൂന്യമായി. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ എണ്ണയുണ്ട്. ആ ആത്മാവിൽ നിറഞ്ഞിന്ന് ആരാധിക്കാമോ? ആ ആത്മാവിലൊന്ന് പകരാമോ? കർത്താവേ, ഞാൻ പകരുകയാ, ഓരോ പാത്രങ്ങളിലും പകരുകയാ. അത് നഷ്ടമാകേല കേട്ടോ. തലമുറയ്ക്ക് വേണ്ടി നിനക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം പരിശുദ്ധാത്മാവിനെ കൈമാറുകയാ. നിന്റെ മേലുള്ള എന്റെ ആത്മാവ്, നിന്റെ വായിൽ തന്ന എന്റെ വചനങ്ങളോ, നിന്റെ വായിൽ നിന്നോ, നിന്റെ സന്തതിയുടെ വായിൽ നിന്നോ, സന്തതിയുടെ വായിൽ നിന്നോ ഒരു നാളും മാറിപ്പോകയില്ല. ഒന്ന് വിളിച്ചു പറയാമോ? ഇന്നൊരു പക്ഷേ പരിശുദ്ധാത്മാവിൽ അവർ നിറഞ്ഞില്ലെന്ന് നിനക്ക് തോന്നിയാലോ, അവർ ഉള്ളിൽ എന്റെ സ്വർഗം പകർന്നിട്ടുണ്ടോ എന്ന് വിശ്വസിക്കാമോ? യേശുവിന്റെ നാമത്തിൽ കാണാത്തതിനെ വിശ്വസിച്ചെന്ന അബ്രഹാം, ഹല്ലേലൂയ, കാണാത്തതിനെ കണ്ടതുപോലെ വിശ്വസിക്കാമോ? ഇന്ന് പലതും കാണുന്നില്ല, പക്ഷെ ഒന്ന് വിശ്വസിക്കാമോ? യേശുവിന്റെ നാമത്തിൽ സുനിത ട്രിവാൻഡ്രം വിശ്വസിക്കാൻ പറയുക. അബ്രഹാമിനെ നീ കണ്ടില്ല, പക്ഷെ നീ വിശ്വസിക്ക. ഞാൻ കാണുന്നു, വിശ്വാസ കണ്ണ ഞാൻ കാണുന്നു. എന്റെ മുമ്പിൽ ചെങ്കടൽ വിഭാഗിക്കുന്നത്, എന്റെ മുമ്പിൽ യോർദാൻ വറ്റുന്നത് നീ വിശ്വസിക്ക. നീ വിശ്വാസ കണ്ണ വിളിച്ചു പറ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം ചില ഭവനങ്ങളുടെ ഭയം, ശത്രു പിടിച്ചുകൊണ്ട് പോവാൻ വാതുക്കൽ വന്നു നിൽക്കുന്ന ചില ഭവനങ്ങളെ നോക്കി തമ്പുരാൻ വിളിച്ചു പറയുക, നോ, നിന്റെ തലമുറകളെ വലിച്ചോണ്ട് പോവാൻ അനുവദിക്കേല. വാതുക്കൽ വന്ന് നിൽപ്പുണ്ട് ചിലത്, പക്ഷെ ദൈവം പറയുക, നിന്റെ ഭവനത്തിൽ യേശുവിന്റെ രക്തം അടയാളമുണ്ടോ? നിന്നിലെ അഭിഷേകമുണ്ടോ? വാതുക്കൽ നിന്ന് നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ സ്വർഗത്തിലെ ദൈവം തന്നെ ഇന്ന് പകൽക്കാലം തിരിച്ചയക്കുന്ന രാത്രിയാ. ജേക്കബ് ചാക്കോ വിശ്വസിക്കാമോ? പ്രാണനോട് പോരാടുന്ന, സമാധാനം കെടുത്തുന്ന, കൊണ്ടുപോകുമെന്ന്, ഭവനത്തിലെ സന്തോഷത്തെ എടുത്ത് കളയുമെന്ന്, ചില നന്മകളെ എടുത്ത് കളയുമെന്ന്
വിശ്വസിക്ക. ദൈവം ആർക്കും കടക്കാരനല്ല. ദാസനെ നീ വിശ്വസിക്ക. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. ആമേൻ. അപ്പൊ ആർക്ക് വേണ്ടിയാ എന്റെ അപ്പ ഇറങ്ങി വരുന്നേ? ദൈവഭക്തനായി തീർന്നിട്ട് ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെട്ടാലും അവരുടെ തലമുറയ്ക്കും വേണ്ടി, അതിന്റെ ഭാര്യയ്ക്കും വേണ്ടി. കേട്ടോ, ഇന്ന് ദൈവഭക്തിയോട് നീ ജീവിക്കുന്നത് വൃഥാവല്ല. കേട്ടോ, ഹല്ലേലൂയ. നീ ഇന്ന് സഫർ ചെയ്യുന്ന വൃഥാവല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിജോ പാസ്റ്റർ, ഒത്തിരി സന്തോഷം. പാസ്റ്ററോട് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയാ, ഡ്രൈവിംഗിലാണെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. ഇന്ന് ചെയ്യുന്നത് വൃഥാവല്ല. അപ്പന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നത് വൃഥാവല്ല. തലമുറകളുടെ മേൽ ചില ഭരണി നിറയിക്കുന്ന ദൈവമാ. എല്ലാം ശൂന്യമായി നീ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ യഹോവ ഭക്തനായി ജീവിച്ച ആ പ്രവാചക ശിഷ്യന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഇറങ്ങിയെങ്കിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി എന്റെ ദൈവം ഇറങ്ങും. ഒറ്റ കാര്യം, യഹോവ ഭക്തി, അത് നിന്റെ മുദ്രയാ. തലമുറയുടെ ഭാവി അപ്പയുടെ കയ്യിലാ. കടക്കാർ പിടിച്ചോണ്ട് പോകാൻ അനുവദിക്കത്തില്ലെന്ന് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ നോക്കി ഒന്ന് വിളിച്ചു പറയാമോ? ജീവിതത്തിന്റെ ശൂന്യമായ ഭരണിയെ നോക്കി ഒന്ന് വിളിച്ചു പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ, ഇല്ല, എന്റെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കയില്ല. ലാസ്റ്റ് മൊമെന്റിലാണല്ലോ എന്റെ അപ്പ ഇറങ്ങും. ഹല്ലേലൂയ. വിശ്വസിക്കണേ. ഹല്ലേലൂയ. അടുത്തതായിട്ട് ഹല്ലേലൂയ, ആമേ, സ്തോത്രം. ദൈവഭക്തിയോടെ ഹല്ലേലൂയ ജീവിച്ച ദൈവഭക്തന്റെ തലമുറയെ ദൈവം കൈവിടാതെ ചെന്ന് ചോദിക്കുക ദാസിയോട്, ദാസിയേ, നീയും കുഞ്ഞും അനുഭവിക്കുന്ന കഷ്ടത ഞാൻ കാണുന്നു. നീ നിന്റെ തലമുറകളും അനുഭവിക്കുന്ന വേദന, മാനസിക സംഘർഷം ഞാൻ കാണുന്നു. പക്ഷെ ഞാൻ ഇന്ന് നിന്നോട് ചോദിക്കുക, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാമോ? അപ്പ ചോദിക്കുവാന്നൊന്ന് പറയാമോ? ഹല്ലേലൂയ. അപ്പയുടെ ആ ശബ്ദം ഒന്ന് കാതുകളിൽ ഒന്ന് കേട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. അടുത്തതായിട്ട് നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോഴേ നെഹമ്യാവിനോട് ചോദിക്കുന്നേ, രാജാവും രാജ്ഞിയും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ, ആമേൻ, 6-ാം വാക്യം. അതിന് രാജാവും രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു. നിന്റെ യാത്ര എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങി വരും? ഹല്ലേലൂയ. ചോദിക്കുക. ആരോട്? നെഹമ്യാവിനോട്. നെഹമ്യാവിനോട് എന്താ ചോദിക്കുന്നത്? നെഹമ്യാവിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല. തന്റെ സഹോദരങ്ങൾ പാർക്കുന്ന ഭവനം, എന്നെ പട്ടണം, മതിലുകൾ ഇടിഞ്ഞു, തീ വെച്ച് ചുട്ടുകിടക്കുന്നു. ഹല്ലേലൂയ. അവിടെ യെരൂശലേമിന്റെ മതിലുകൾ നമുക്കറിയാം. അതിന് 12 വിധ വാതിലുകളാ ഉള്ളത് യെരൂശലേമിന്റെ മതിലിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വാതിലിനും ഓരോ പർപ്പസ്. അതെല്ലാം ഇടിഞ്ഞു കിടക്കുകയാണ്. താഴ്വര വാതിൽ, ഉറവ് വാതിൽ, ആട്ടിൻ വാതിൽ, മീൻ വാതിൽ, പഴയ വാതിൽ, കുപ്പവാതിൽ, നീർവാതിൽ, കുതിരവാതിൽ, ഹമ്മിഫ്കാദ് വാതിൽ, എഫ്രൈം വാതിൽ, കാരാഗ്രഹ വാതിൽ, കിഴക്കേ വാതിൽ. ഇതിനകത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് ഒരേ ഒരു വാതിൽ, ആട്ടിൻ വാതിൽ, ഇല്ലേ? അതെന്താ? യാഗത്തിന് ആടുകളെ കൊണ്ടുപോകുന്ന ആ വാതിലിലൂടെയാണ്. കുതിരവാതിൽ എന്ന് വെച്ചാൽ കുതിരകളെ കൊണ്ട്, ഓരോന്നിനും ഓരോ പർപ്പസ്. 12 വാതിൽ എല്ലാം ഇടിഞ്ഞു കിടക്കും. അവിടെ പറയുന്ന എന്തുവാ? ഹല്ലേലൂയ. ആ സംസ്ഥാനത്തിൽ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ. അപ്പൊ വാതിലുകൾക്ക് പ്രയോറിറ്റി ഉണ്ടോ? ആ 12 വാതിലിനും പ്രയോറിറ്റി ഉണ്ട്. ഹല്ലേലൂയ. വാതിലുകൾ അവിടെ പറയുന്നേ. ഹല്ലേലൂയ. നിന്നെയും എന്നെയും ദേശത്തിന്റെ വാതിലാക്കി വെച്ചേക്കുക, കാവൽക്കാരാക്കി വെച്ചേക്കുക. നമുക്കെല്ലാം പ്രയോറിറ്റി ഉണ്ട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി യാഗം കഴിക്കാനായിരിക്കും, മറ്റുള്ളവരെ യാത്രകളെ പ്രോത്സാഹിപ്പിക്കാനായിരിക്കും, നീർവാതില് വെള്ളം കൊണ്ടുവരാൻ, മറ്റുള്ളവരെ നീ അവരുടെ ദാഹം അകറ്റാനായിരിക്കും. ഓരോ വാതിലാക്കി തമ്പുരാൻ നമ്മളെ വെച്ചേക്കുക. യേശുവിന്റെ നാമത്തിൽ ജയം. പ്രിൻസിയെ, നിന്നെ ഒരു വാതിലാക്കി അപ്പം കണ്ടിരിക്കുക കേട്ടോ.
ഹല്ലേലൂയ. അനേകർ ദാഹം തീർക്കാൻ, ആത്മീക ദാഹം തീർക്കാൻ കേട്ടോ. ഹല്ലേലൂയ. ചൂടമന നീർവാതിൽ പോലെ യേശുവിന്റെ നാമത്തിൽ യെരൂശലേമിന്റെ വാതിലിന് ഓരോന്നിനും പ്രാധാന്യമുള്ളതുപോലെ മോളെ, നീ എന്ന വാതിലിന് അപ്പന് പ്രാധാന്യമുണ്ട്. അനേക ആത്മീകരുടെ വരൾച്ചയായി കിടക്കുന്ന ആത്മീകരെന്ന് പറഞ്ഞവർ വെള്ളം കിട്ടാതെ ദാഹിച്ചു നിൽക്കുന്ന ചില മേഖലകളിൽ ദൈവം നിന്നെ എത്തിക്കും. അവരുടെ ആത്മീക ദാഹം തീർക്കാൻ നീ അവർക്കൊരു ഉറവ. നിന്നെ യഹോവ ദൈവം ഒരു കാര്യം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ കളെ ബലപ്പെടുത്തുകയും ചെയ്യൂ. നീ വറ്റിപ്പോകാത്തൊരു കിണറ്, അല്ലെങ്കിൽ നീ ഒരു നീരുറവിയായിരിക്കും. ആ വചനം നീ ഏറ്റെടുത്തോണം കേട്ടോ. നിന്റെ ജീവിതത്തിൽ വരൾച്ച ഉണ്ട്, നിന്റെ ജീവിതത്തിൽ അസ്ഥികൾക്ക് ബലമില്ല, പക്ഷെ ദൈവം പറയും അവിടെയെല്ലാം ഞാൻ നടത്തുമെന്ന്. ഹല്ലേലൂയ. നീ വെള്ളം വറ്റിപ്പോകാത്ത കിണറാ. ഹല്ലേലൂയ. തമ്പുരാനെ നീ വിശ്വസിക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ തന്റെ ജനം, തന്റെ സഹോദരവർഗം കിടന്നിടത്തെ വാതിലുകൾ എന്നായി? തീ വെച്ച് ചുട്ടുകിടക്കുകയാ. ഹല്ലേലൂയ. ദൈവമക്കളെ, ആർക്കു വേണ്ടിയാ തമ്പുരാൻ പ്രവർത്തിച്ചത്? ഒന്ന്, ഉപവസിക്കാൻ തയ്യാറായ നെഹമ്യാവിനോട്. ഹല്ലേലൂയ. നിങ്ങൾ വായിച്ചാൽ മതി. 1:4 മുതലുള്ള വാക്യത്തിലുണ്ട്. 1:6 പറയുന്നു, രാവും പകലും പ്രാർത്ഥനയോടായിരുന്നു. ആര്? നെഹമ്യാവ്. അപ്പൊ രാവും പകലും പ്രാർത്ഥനയോടായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ചോദിപ്പിക്കാതിരിക്കുമോ? മോനെ, നിനക്ക് എത്ര നാൾ വേണം? നിനക്ക് എവിടോട്ടാ പോകണ്ടേ? ഹല്ലേലൂയ. ഇത് രാവിലെ ഇപ്പൊ പ്രാർത്ഥനയില്ല, വൈകിട്ട് ഓടി വന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചെന്നിരിക്കും. ദൈവമക്കളെ, ഇപ്പോഴത്തെ പുതിയ നിയമത്തിലെ എന്നോടും നിന്നോടും പറയുന്ന ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് രാവും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 119 ഞാൻ നിന്റെ സോദര അവിടെ 7 പ്രാവശ്യം സ്തുതിക്കുമെന്ന്. ഇപ്പോൾ നിനക്ക് ഒരു തടവില്ലാതെ ഓർക്കുമ്പോ പ്രാർത്ഥിച്ചോണമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന രാവും പകലും. 1:6 നിങ്ങൾ വായിച്ചാൽ മതി. സമയം തീരുന്നോണ്ടിയാണ് വേഗത്തിൽ പറഞ്ഞു വിടാം. അത് കഴിഞ്ഞിട്ട് കുറെ നാളിരുന്നു കരഞ്ഞു. അപ്പൊ ചില വിഷയത്തിന്റെ മറുപടി ഒരു ദിവസം ദൈവം ചോദിക്കത്തില്ല. നീ പ്രാർത്ഥിച്ച ഉടനെ ദൈവം ചോദിക്കത്തില്ല നിനക്ക് എന്നാ വേണം, നിന്റെ യാത്ര എത്ര നാൾ വേണമെന്ന്. കുറെ നാൾ ചില വിഷയത്തിന് കരയേണ്ടി വരും. അവിടെ നെഹമ്യാവ് കരഞ്ഞത് കുറെ നാളാ. കാരണം നെഹമ്യാവിലൂടെയുള്ള പ്രവൃത്തി വലിയതാ. സൻബല്ലത്തോണ്ട് തോബിയാവുണ്ട്, തകർക്കാനുണ്ട്, പണി പൂർത്തീകരിക്കത്തില്ല എന്നുള്ള വെല്ലുവിളിയുണ്ട്. അതിന് കുറെ നാൾ കരഞ്ഞു അപ്പനോടങ്ങ് അടുത്തു. ചില വിഷയത്തിന് കുറെ നാൾ കരയണം കേട്ടോ. വിഷമിക്കണ്ട. ഒരു ദിവസം ചോദിക്കും അപ്പൻ, മോളെ നീ കുറെ നാൾ കരഞ്ഞത് കണ്ടു, രാവും പകലും നീ കരഞ്ഞു പ്രാർത്ഥിച്ചത് കണ്ടു, നീ ഉപവസിച്ചത് കണ്ടു. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ ഇത് പണിതന്റെ സഹോദരന്മാരെ രക്ഷിക്കുമെന്നുള്ള നിന്റെ മനസ്സ് ഞാൻ കണ്ടു. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവി നിൽക്കുന്നത് വൃഥാവല്ല കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോദാ ജോൺ ദൈവാത്മാവ് പറയാ, നീ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചോ, നിന്നെ കൊണ്ട് ചില ഇടിഞ്ഞു കിടക്കുന്ന ദൈവം പണിയിക്കും. ഒറ്റ കാര്യം, നീ പ്രാർത്ഥിച്ചോണം. രാവും പകലും പ്രാർത്ഥിക്കാമെങ്കിൽ നിന്റെ ഭവനാന്തരീക്ഷത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന, ഹല്ലേലൂയ, ഇടിഞ്ഞു കിടക്കുന്ന ചില വിഷയം, യെസ് ഹല്ലേലൂയ, അത് നിന്റെ പ്രാർത്ഥനയിലൂടെ പണിതുകൊണ്ടുവരുമെന്ന്, നിന്റെ ഉപവാസത്തിലൂടെ പണിതുകൊണ്ടുവരുമെന്ന്, നിന്റെ കരച്ചിലൂടെ പണിതുകൊണ്ടുവരുമെന്ന്. പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോളാൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഏത് വചനവും വായിക്കുമ്പോഴും അതിന്റെ മുന്നും പുറവും വായിക്കണം. തമ്പുരാൻ വ്യവസ്ഥ വെക്കാതെ ഒരു കാര്യവും ചെയ്യത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്നില്ല. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുമ്പോ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടാ ഓടിപ്പോകും. പക്ഷെ അതിന് മുമ്പിലത്തെ വാക്യം എന്തോ, ദൈവത്തിന് കീഴടങ്ങുവീൻ എന്നിട്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. അതാരും വായിക്കത്തില്ല. അപ്പൊ ഒരു വചനം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നും വായിക്കണം, അതിന്റെ മുമ്പും വായിക്കണം, ആവർത്തിച്ച് വായിക്കണം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ദൈവത്തിന് കീഴടങ്ങിയിട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുക, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. എന്നിട്ടാ പറയുന്നത്, ദൈവത്തോട് അടുത്തു വരുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ഇന്ന് രാത്രി കാലം വിശ്വസിക്കാമോ? കർത്താവേ, ഞാൻ ഉപവസിക്കുന്നു, കരയുന്നു, പ്രാർത്ഥിക്കുന്നു, എന്റെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഗ്ലാറിൽ ജോൺ പറഞ്ഞത് ഡിവൈസ് ഇരിക്കുന്ന മോളോട് പറയാം, മോനെ നീ പ്രാർത്ഥന കൂട്ടിക്കോണം. നിന്റെ വഴിയെ തടയുന്ന ചില സൻബല്ലത്തിന്റെ ദോബ്യാവിന്റെ ശക്തിയുണ്ട്. നിന്നെ മുന്നോട്ട് വിടാത്ത, വാഗ്ദത്തം കാണിക്കത്തില്ലെന്ന് പറയുന്ന ചില ശക്തികൾ. പക്ഷെ പ്രാർത്ഥിച്ച് നെഹമ്യാവ് എപ്പോഴും കുളിക്കുന്ന സമയത്തൂടെ ആയുധം കരുതി. ആയുധം എന്നാ? പ്രാർത്ഥന. ഹല്ലേലൂയ. വിശ്വാസം എന്ന പരിച, ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. ഹല്ലേലൂയ. നീ ഇതെടുത്തോണ്ട് നീ സ്റ്റെപ്പ് വെക്ക്. മുമ്പിൽ നിൽക്കുന്ന ചില തടസ്സങ്ങൾ, ചില വിലങ്ങ് തടികളെ സ്വർഗം എടുത്തു. യേശുവിൻ ആയുധങ്ങൾ എപ്പോഴും നിന്റെ കയ്യിലുണ്ടാവണം. എസ്പെഷ്യലി നിന്റെ കയ്യിൽ വിശ്വാസം എന്ന പരിചയം, പ്രാർത്ഥന, വചന, ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ നിന്റെ കയ്യിലുണ്ടാകണം. തമ്പുരാൻ പറയാ, നിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ജയിക്കാൻ അത് മതി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പോൾ ഹല്ലേലൂയ. അവിടെ ചോദിക്കുന്ന നെഹമ്യാവുമായുള്ള ബന്ധത്തിൽ വരുമ്പോൾ ദൈവം ചോദിക്കുന്ന എന്താ? ഹല്ലേലൂയ. ഉപവസിക്കുന്ന, കരയുന്ന, എപ്പോഴും പ്രാർത്ഥിക്കുന്ന, കുറെ നാൾ കരഞ്ഞിട്ടും ദൈവം തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എണ്ണീറ്റ് പോയില്ല. വീണ്ടും വീണ്ടും മറുപടി ലഭിക്കുവോളം, ദൈവശബ്ദം കേൾക്കുവോളം കുറെ നാൾ കരയാൻ തയ്യാറായ നെഹമ്യാവിനോട് ആ ദൈവം ചോദിക്കുന്നത്, നിനക്ക് എന്ത് വേണം? എത്ര നാൾ നിന്റെ യാത്ര? നിനക്ക് എവിടെയാ പോകണ്ടേ? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. അടുത്തതായിട്ട് നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തിൽ, ഹല്ലേലൂയ, ഞാൻ പെട്ടെന്ന് നിർത്താം. ഹല്ലേലൂയ. ഒരു 6 മിനിറ്റ് കൂടെ ഉണ്ട്. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 3-6 വാക്യങ്ങൾ, 7-ാം അധ്യായം 2-8 വാക്യങ്ങൾ, 9-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ഇതെല്ലാം ഒരേ ചോദ്യമായോണ്ടാ ഞാൻ വാക്യങ്ങൾ മാത്രം പറഞ്ഞു. അപ്പൊ അടുത്തത് ഹല്ലേലൂയ ആരോടാ ചോദിക്കുന്നത്? ആമേൻ, സ്തോത്രം. ആമേൻ. അതിന്റെ 4-ാം അധ്യായത്തിന്റെ ആമേൻ, സ്തോത്രം, 13 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ എസ്തേറിനെ രാജസ്ഥാനത്താക്കി രാജ്ഞിയായിട്ട് കൊണ്ടുവരുന്ന ആ രംഗം. മൊർദെഖായി പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും, യഹൂദന്മാർക്ക് രക്ഷയുണ്ടാകും. അപ്പോൾ അതിന്റെ അർത്ഥം എന്നെയും നിന്നെയും ദൈവം ഒരു സ്ഥാനത്താക്കി. ഹല്ലേലൂയ. ഇപ്പോൾ ഷൈമോൻ പാസ്റ്ററെ ദൈവം ഹല്ലേലൂയ പാസ്റ്ററായിട്ട് തൈഫിന്റെ പട്ടണത്തിൽ, ഞാൻ എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ കേട്ടോ, ആക്കി. അവിടെ ആ സ്ഥലത്ത് ചില ജനത്തിന്റെ വിടുതലിന് വേണ്ടി എതിരെ നിയമങ്ങൾ നിൽക്കുന്ന, എതിരെ ഹല്ലേലൂയ തകർക്കുമെന്ന് പറയുന്ന ചില ജനത്തിന്റെ വിടുതലിന് വേണ്ടി ദാസനെ നിർത്തിയേക്കുക. ഞാനായിരിക്കുന്നിടത്ത് തന്നെ ഇപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കയറിയവരാണല്ലോ ഓരോ പട്ടണത്തിലും. പക്ഷെ അവിടെ ഞാൻ മിണ്ടാതിരുന്നാൽ ഞാനും എന്റെ ഭവനവും നശിച്ചു പോകും. യഹൂദന്മാർക്ക് രക്ഷയുണ്ടാകും, കാരണം കർത്താവ് അവരെ എവിടെ കൊണ്ടിട്ട് അതിനെ രക്ഷിക്കും. അപ്പൊ ഈ രാജ്ഞി സ്ഥാനത്തായിട്ട് പോലും അവൾ എന്തു ചെയ്തില്ല? അവിടെ സ്ഥാനത്തേക്കാൾ വലുത് അവിടെ ജാതിയുടെ വിടുതൽ. യേശുവിന്റെ നാമത്തിൽ. അതിന്റെ ഒറ്റ തെളിവാ അവള് പറയുന്ന വാക്യത്തിന്റെ ഒറ്റ കാര്യം. 16-ന്റെ അവസാനം ഉപവസിക്കും, എല്ലാം ശരിയാ, പക്ഷേ ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ, നിയമപ്രകാരം അല്ലെങ്കിൽ രാജാവിന്റെ അടുത്ത് ചെല്ലും. ഈ ചങ്കൂറ്റമാ അവളോട് ചോദിച്ച, നിനക്ക് എന്നാ വേണം? സ്വന്തം ജനത്തിനു വേണ്ടി രാജാവിനെ ഭയന്നില്ല, സ്വന്തം ജനത്തിനു വേണ്ടി ബോർഡോടെ ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, എന്റെ ജനം വിടുവിക്കപ്പെടണം. ഹല്ലേലൂയ. ആ ഉറച്ച തീരുമാനമുള്ള എസ്തേറിനോട് നാം ആയിരിക്കുന്ന സ്ഥാനത്ത് എന്ത് വന്നാലും എന്റെ അപ്പയെ വിട്ടൊരു പരിപാടിയില്ല, എന്റെ കൂടുള്ളവർ നശിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ തലമുറ നശിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല, എന്റെ സഭ നശിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല, എന്റെ ചാർച്ചക്കാരെ നശിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ ഇടിവ് നിൽക്കുകയാ, ഞാൻ എന്നാൽ അവൾ ഉപവസിക്കുകയാ, ഞാൻ കരയുകയാ. ഞാൻ നശിച്ചാലും വേണ്ടിയില്ല,
ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കാമോ? കർത്താവെ, അങ്ങനെ ഈ സ്ഥാനത്താക്കി എന്റെ അപ്പ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നേ, അതിനുവേണ്ടി ഞാൻ തയ്യാറാ. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് തയ്യാറാകാമോ? കർത്താവെ, ഏൽപ്പിക്കുക. അങ്ങനെയുള്ള വ്യക്തിക്ക് വേണ്ടിയാ ചോദിച്ചത്. എത്ര പ്രാവശ്യം ചോദിച്ചത് ഞാൻ വായിച്ചില്ല. 5-3, 6, 7, 2 മുതൽ 8 വരെ, 9, 12. നിനക്ക് വേണ്ടി ആ ഒറ്റ വാക്യം മാത്രം. 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ, എന്തു വേണം? എന്താകുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിന്റെ പാതിയോളമായാലും തരാം. അവക്ക് ഇതൊന്നും രാജ്യവും വേണ്ട, പകുതിയും വേണ്ട, വസ്തുവും വേണ്ട, തന്റെ ജനത്തെ രക്ഷിക്കണം. ദൈവമക്കളെ, ദൈവം മറക്കത്തില്ല കേട്ടോ. ഇടുവിൽ നിൽക്കുന്ന നിന്നെ എന്നെയും മറക്കേല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. ദൈവം ഇറങ്ങും കേട്ടോ. ദൈവം ഈ രാത്രി ചിലർക്ക് വേണ്ടി ഇറങ്ങുക. ഇടിവിൽ നിൽക്കുന്ന ചില വിഷയത്തിന് മറുപടിയുമായിട്ട് യേശുവിന്റെ നാമത്തിൽ. ചില വിഷയം നിന്റെ കുടുംബത്തെ, നിന്റെ ജാതിയെ രക്ഷിക്കാൻ വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന, നിന്നെ ഏൽപ്പിച്ച സ്ഥാനത്ത് വിശ്വസ്തയോട് നിന്ന് കരയുന്ന നിന്റെ വിഷയത്തിന് വേണ്ടി എന്റെ അപ്പൻ ഇറങ്ങി വരികയാ. അടുത്ത ഒറ്റ വാക്ക് ഞാൻ വേഗത്തിൽ പറഞ്ഞിട്ട് നിർത്താം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 51-ാം വാക്യം. അതിനകത്തില് തിമായിയുടെ മകനായ ബർത്തിമായി ഏറ്റവും നിലവിളിച്ചു. അതിന്റെ അർത്ഥം ഇതേ ഉള്ളൂ: മറ്റുള്ളവർ നിന്റെ പ്രാർത്ഥനയെ, നിലവിളിയെ മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും നീ നിന്റെ അപ്പനോട് നിലവിളിക്ക്. അപ്പൻ നിന്നോടാ ചോദിക്കുന്നേ, മോനെ ഞാൻ നിനക്ക് എന്താ ചെയ്യണ്ടേ? ഹല്ലേലൂയ. തടയുന്നവരോട് ആരോടെങ്കിലും ചോദിച്ചതായിട്ട് ആ വാക്യത്തിലുണ്ടോ? നിങ്ങൾ വായിച്ചാ മതി. മിണ്ടാതിരിക്കാൻ പറഞ്ഞവരോട് അപ്പ ചോദിച്ചോ? നിലവിളിച്ച, മിണ്ടാതിരിക്കാൻ പറഞ്ഞവരോട് അവര് പറഞ്ഞിട്ടും നോ, ഞാൻ എന്റെ അപ്പയോടാ നിലവിളിക്കുന്നേന്ന് പറഞ്ഞ് ചങ്കൂറ്റത്തോടെ നിലവിളിച്ച. ഹല്ലേലൂയ. തിമായിയുടെ മകനായ ബർത്തിമായോട് അപ്പ ചോദിക്കുക, മോനെ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് കാഴ്ച വേണം. അവൻ അവന്റെ കാര്യം പറഞ്ഞു. ദൈവം കൊടുത്തു. ദൈവമക്കളെ, നിലവിളിക്ക്. നിന്റെ കണ്ണീരിനെ, നിന്റെ പ്രാർത്ഥനയെ ആര് തടയാൻ വന്നാലും വിട്ടുകൊടുക്കല്. നീ അധികം നിലവിളിക്ക. ദൈവം ഇറങ്ങി വരും. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യവുമായി കൈ പിടിച്ചെഴുന്നേൽപ്പിച്ച്, കാണേണ്ട വാഗ്ദത്തത്തെ കാണിപ്പിച്ച്, എന്താ നിന്നെ മുന്നോട്ട് നയിക്കേണ്ടത് അത് ദൈവം നടത്തും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന ദേവദാസനോട്, ദേവദാസിയോട്, കടന്നു വന്ന എല്ലാവരോടും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം അറിയിക്കുന്നു. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറായി. ഒരു കാര്യം കൂടെ ദൈവം എന്നെ ഏൽപ്പിച്ചതുണ്ട്. കർത്താവിന്റെ വരവടുത്തു. എന്റെ യേശുവപ്പയെ ആരെങ്കിലും രക്ഷകനായി സ്വീകരിച്ചില്ലെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നാളെ നമുക്കില്ല. ഈ രാത്രിയിൽ മൂടാ, ഈ രാത്രി നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ കൈവിടപ്പെട്ടു പോകരുത്. രക്ഷിക്കപ്പെട്ട ആരെങ്കിലും ദൈവത്തെ സ്നാനം ഏറ്റില്ല എങ്കിൽ യേശു ക്രിസ്തുവിനോട് ചേരാൻ, മരണ പുനരുത്ഥാനത്തോടെ ഏകീഭവിച്ചാലേ, മരണത്തോടെ ഏകീഭവിച്ചാലേ പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ ഏകീഭവിക്കൂ. കാഹളം ധ്വനിക്കുമ്പോൾ പറന്നു പോകണോ? ക്രിസ്തുവിനോട് ചേരാനുള്ള സ്നാനം ജലത്തിൽ മുങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രികാലം അതിനായി സമർപ്പിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. മാറാനാഥ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം വളരെ